ഇറ്റ്സ് വെനസ്ഡേ മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രെഡ് ഓംലേറ്റ് ആണ്, എന്റെ സ്റ്റൈലിൽ. ഓക്കെ, ബ്രെഡ് ഓംലേറ്റ് എന്ന് പറയുന്നത് പല വിധത്തിലും പല ആൾക്കാരും ഉണ്ടാക്കാറുണ്ട്. ഇപ്പോ തട്ടുകടയിലടക്കം വളരെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ബ്രെഡ് ഓംലേറ്റ്സ് സെർവ് ചെയ്യാറുണ്ട്. ഇതുപോലെ ഒന്ന് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്ക് എന്നല്ല, ഐ ചാലഞ്ച് യു, എല്ലാവർക്കും ഇഷ്ടമാവും. ഓക്കെ, വാങ്ങോ പോലാം പണലാം ബ്രെഡ് ഓംലേറ്റ്. ബ്രെഡ് ഓംലേറ്റ് പല രീതിയിലും ഉണ്ടാക്കാവുന്നത് ഈ ഒരു രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമുക്ക് പോവാം കിച്ചണിലേക്ക് ഉണ്ടാക്കാൻ. ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. ഉള്ളി, തക്കാളി, പച്ചമുളക് ചോപ്പ് ചെയ്ത് വെക്കുക. മുട്ട, അതേമാതിരി തന്നെ മല്ലിയില. ബ്രെഡ് ഇതുപോലെയാണ് ചോപ്പ് ചെയ്ത് വെക്കേണ്ടത്. എണ്ണ ഒഴിക്കുന്നു. പാനിൽ ഉള്ളി, തക്കാളി, പച്ചമുളക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതേപോലെ തന്നെ മുളക് പൊടി, ഇത് നല്ല പോലെ വഴറ്റി എടുക്കണം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തോളൂ. വേറൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ബ്രെഡ് ഒന്ന് ചൂടാവാൻ വെക്കുക. വഴറ്റിയതിനെ മുട്ടയിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മല്ലിയിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതേ പാനിലേക്ക് ലേശം കൂടി എണ്ണ ഒഴിച്ചിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ച കംപ്ലീറ്റ് സാധനം അതിലേക്ക് ഒഴിച്ച് ഫ്രൈ ചെയ്ത് വെച്ച ഒന്ന് ചൂടാക്കി വെച്ച ആ ബ്രെഡും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് മുകളിലത്തെ ബ്രെഡൊക്കെ ഒന്ന് നന്നായി അമർത്തി വെച്ച് നല്ല പോലെ ഒന്ന് അടച്ചു കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു പാൻ വെച്ചിട്ട് ഈ പാനിനെ ഒന്ന് അതിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ബ്രെഡ് ഓംലെറ്റ് കിട്ടാൻ പോണേ. വീണ്ടും ഇതേ പാനിലേക്ക് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കൂ. നല്ല മൊരിഞ്ഞ ബ്രെഡ്, ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ വെന്ത മുട്ട, നല്ലൊരു സ്പാനിഷ് ഓംലെറ്റ് സ്റ്റൈലിലായിരിക്കും നിങ്ങളുടെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാവാൻ പോകുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ടോളൂ. ബ്രെഡ് ഓംലെറ്റ് എല്ലാം ഇതിൽ തന്നെയുണ്ട്. ആ ക്രിസ്പിനെസ് ബ്രെഡിന്റെ സൂപ്പറായി. മസാല വഴറ്റിയിട്ട് മറ്റേ മുട്ടയിലിടുമ്പോ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടാവും നിങ്ങൾക്ക്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണാം. Till then, take care and bye bye.